ിലേക്ക് പോകുന്നതിന് മുമ്പ് ബി.ജെ.പി നേതാവ് പി ശ്യാംരാജിലേക്ക് പോകുന്നത് കാരണം കോൺഗ്രസിന് ഇനി ഒരുപാട് ഇതിലേറെ ചോദിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ചില ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ഇപ്പോൾ 3 സേനാ മേധാവിമാരോട് ചോദിച്ചപ്പോൾ റഫാൽ തകർന്നോ എന്ന ചോദ്യമുണ്ടായി. ഇപ്പോൾ പ്രതികരണമില്ല എന്ന് അവർ പറയുന്നു. യുദ്ധമാണ്, നഷ്ടങ്ങൾ സ്വാഭാവികമാണ്, സേന എടുക്കുന്ന നിലപാട് അതാണ്, സേനയുടെ ഉത്തരം അതാണ് കൊടുക്കേണ്ടത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം, ബി.ജെ.പിയെ സംബന്ധിച്ചോളം ഇതേ ചോദ്യം ഇനി പ്രതിപക്ഷവും കോൺഗ്രസും ചോദിക്കുമ്പോൾ ആ പ്രതികരണമില്ല എന്ന് ഉത്തരം പറയാൻ കഴിയില്ല. സീസ് ഫയർ വയലേഷൻ ഉണ്ടായതിന് കാരണം, 4 ദിവസത്തെ കോൺഫ്ലിക്റ്റിന് കാരണം, പെഹൽഗാമിലെ ഭീകരർ പിടികൂടാത്തതിന് കാരണം, സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ കാരണം, ഏറ്റവും കൂടുതൽ പെഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി പങ്കെടുത്തില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കാണും. ബി.ജെ.പി ഇതിനെല്ലാം ഉത്തരങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? അപർണ, നോക്കൂ, നിങ്ങളിപ്പോൾ അവസാനം ചോദിച്ച ചോദ്യം, ഇപ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത്, ഈ ഒരു പഹൽഗാം ആക്രമണത്തിന് ശേഷം മുഴുവൻ സംവിധാനങ്ങളും നമ്മുടെ പ്രതിരോധ സേനയുടെയും അതോടൊപ്പം തന്നെ പ്രതിരോധ വകുപ്പിന്റെയും കൈകളിലായിരുന്നു. പ്രതിരോധ വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രത്യാക്രമണത്തെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്, മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നോക്കൂ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഏതെങ്കിലും രാഷ്ട്രീയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ആർമിയും അതോടൊപ്പം നമ്മുടെ പ്രതിരോധ സേനകളുമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ജനങ്ങളോടും രാജ്യത്തോടും സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നോക്കൂ, ഈ ഒരു പോയിന്റ് ഞാൻ ഇടപെടുന്നത്, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതികരണം ഇല്ലാത്തത് പ്രതിപക്ഷം വളരെ കൃത്യതാർന്ന ഒരു മാതൃക ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നില്ല, ഞങ്ങൾ ഒപ്പം നിൽക്കുകയാണ് എന്ന് കോൺഗ്രസ് അടക്കം ദേശീയ തലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ തരത്തിൽ ഉത്തരം പറയേണ്ട ബാധ്യത രാഷ്ട്രീയ നേതൃത്വത്തിന്, ബി.ജെ.പിക്ക്, കേന്ദ്ര സർക്കാരിന് വന്നിട്ടില്ല. പക്ഷേ ഇനി നാളെ മുതൽ ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുമെന്നുള്ള സൂചന പ്രതിപക്ഷം നൽകുകയും ചെയ്തിട്ടുണ്ട്. അവർ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഉണ്ടാവും. ഇപ്പോൾ ചോദ്യങ്ങൾ വന്നിട്ടില്ലല്ലോ. ഇവരെന്ത് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്? ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് വേണ്ട ഉത്തരങ്ങൾ കൊടുത്തിട്ട് തന്നെയുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് ചോദ്യമാണ് വേണ്ടത്? നോക്കൂ, കഴിഞ്ഞ 13 വർഷമായിട്ട് ഈ രാജ്യത്ത് നിങ്ങൾ ഉണ്ടായിട്ടുള്ള തീവ്രവാദി ആക്രമണങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് എടുക്കും. നിങ്ങൾ ഇതിന് മുമ്പത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? 2008 മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അതിന് മുമ്പ് 2006 മുംബൈയിൽ എത്ര ആക്രമണങ്ങൾ ഉണ്ടായി? ഒരേ സമയത്ത് തന്നെ ഏകദേശം അരമണിക്കൂറിന്റെ ഗ്യാപ്പിൽ തന്നെ 6-7 ഇടങ്ങളിൽ 6-7 ട്രെയിനുകളിലോട്ടായിട്ടുണ്ടായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ നിങ്ങൾ മറന്നുപോയോ? അതുമാത്രമാണ് ബാംഗ്ലൂരിൽ, അഹമ്മദാബാദിൽ, കൊൽക്കത്തയിൽ, ഹൈദരാബാദിൽ, രാജ്യം മുഴുവൻ എത്രയോ തീവ്രവാദി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാശ്മീർ ഒഴികെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള തീവ്രവാദി ആക്രമണങ്ങളും അതോടൊപ്പം തന്നെയുള്ള അസ്ഥിരതയും എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു. ഇനി തീവ്രവാദി ആക്രമണമാണ് തീർച്ചയായിട്ടും പാകിസ്ഥാനെ പോലെയുള്ള ടെററിസത്തെ വളർത്തുന്ന ഒരു രാജ്യം. അവർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങും എന്ന് നമുക്ക് കരുതിക്കൂടാ. അവരെ അടിച്ചൊതുക്കുക മാത്രമാണ് വഴി. അവർ ഏതൊക്കെ സമയത്ത് തലപൊക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു ആ സമയത്തേക്ക് അടിച്ചൊതുക്കിയാണ്. 47 മുതൽ തുടങ്ങിയതാണ് അവര്. 2025 വരേക്കും അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നാളെ അവർ തീവ്രവാദം, ആ രാജ്യത്ത് നിന്നുള്ള തീവ്രവാദാക്രമണം ഇല്ലാതാവണമെങ്കിൽ ആ രാജ്യം പൂർണ്ണമായിട്ട് ഇല്ലാതെയാവുക എന്നുള്ളൊരു വഴിയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയുന്ന എന്താണ്? പരമാവധി നമ്മുടെ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇനിയൊരു ആക്രമണം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പരമാവധി ആക്രമണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ശക്തമാക്കുക. ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായെങ്കിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിച്ച് അവരുടെ നട്ടല്ലൊടിക്കുക. ആ നട്ടല്ലൊടിക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് കണ്ടിട്ടുള്ളത്. നോക്കൂ, ആദ്യം പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവൻ 1971 ശേഷം പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി നാം അടിച്ചിടുകയുണ്ടായി. അതിനുശേഷം അവർ തിരിച്ചാക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നീട് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. പിന്നീട് അവരുടെ എയർബേസുകൾ ആക്രമിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ട് ആ രാജ്യത്തിന് നിലം തൊടാൻ പറ്റാത്ത രീതിയിലുള്ള, നടുവൊടിക്കുന്ന രീതിയിലുള്ള അറ്റാക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സൈന്യവും പറഞ്ഞതാണ്, ഈ സീസ് ഫയർ എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ എൻഡല്ല, അതിന്റെ ഒരു അവസാനമല്ല. സീസ് ഫയർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ താൽക്കാലികമായിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ടും അതോടൊപ്പം തന്നെ നമുക്കിതൊരു യുദ്ധമായിട്ട് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ലാത്തതുകൊണ്ടും, പാകിസ്ഥാനെ പോലെയല്ല, വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മളൊരു വെടിനിർത്തൽ വെച്ചു, അംഗീകരിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഓപ്പറേഷൻ സിന്ദൂറും അവസാനിച്ചിട്ടില്ല.
പാകിസ്ഥാനെതിരെയുള്ള നമ്മുടെ നടപടികളും അവസാനിച്ചിട്ടില്ല. തീവ്രവാദത്തിനെതിരെയുള്ള നമ്മുടെ 47 മുതൽ നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യാതൊരു പ്രവർത്തനവും അവസാനിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ചില സംശയങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ടായി. ഇപ്പൊ അവസാനം സേനാ മേധാവികളുടെ പ്രസ് മീറ്റ് വന്ന സമയത്ത് നിങ്ങൾ എന്താണ് കണ്ടത്? 30-40ഓളം വരുന്ന പാക് സൈനികരടക്കം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവനായിട്ടും, അതോടൊപ്പം കാണ്ഡഹാറിൽ നമ്മുടെ വിമാനം റാഞ്ചിയിട്ടുള്ള ആളെ ഉൾപ്പെടെ നമ്മൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. പലയിടങ്ങളിലും വലിയ ഗർത്തമായിട്ട് മാറിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞു. ഇത് ഇനിയും നീണ്ടുപോകും. ഇതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ വരട്ടെ, ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. പക്ഷേ ഇതുവരെയുള്ള സർക്കാരിന്റെ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ കോൺഗ്രസിനോട് ചോദിക്കുന്നതിന് മുൻപ്